തൗഫീഖ് പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ പൂച്ച പെറ്റ് കിടക്കുന്നു എന്നാക്ഷേപിച്ച ഖജനാവാണ് മുന്നിലുള്ളത്. എങ്ങനെ ഭരണയന്ത്രം തിരിക്കും? സാമ്പത്തികം ഉണ്ടെങ്കിലല്ലേ കാര്യങ്ങൾ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ. നമ്പ്യാർ, എന്തായാലും LDFിൻ്റെ കൂട്ട കഴിഞ്ഞ 10 വർഷക്കാലം എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ അധികാരത്തിൽ വന്ന് സമസ്ത മേഖലകളും തച്ചു തകർത്ത ജനവിരുദ്ധ നയങ്ങളും സമീപനങ്ങളുമായി മുന്നോട്ട് പോയൊരു സർക്കാരായിരിക്കില്ല. പിണറായി വിജയൻ മോഡൽ ഓഫ് പൊളിറ്റിക്സ് ആയിരിക്കില്ല ഐക്യജനാധിപത്യ മുന്നണിയുടെ സർക്കാർ, UDF സർക്കാർ, ബഹുമാനപ്പെട്ട ശ്രീ VD സതീശൻ നയിക്കുന്ന UDFിൻ്റെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീ അനിൽ നമ്പ്യാറിനടക്കം അറിയാം, വലിയ സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാനം അനുഭവിക്കുന്ന സാഹചര്യമുണ്ട്. ഇവർ കടമെടുത്തത് ചിലവഴിച്ചത് രീതിയിലടക്കം വലിയ ആക്ഷേപം നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. ഈ ഘട്ടത്തിലടക്കം വളരെ കാര്യക്ഷമമായി ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഇടപെടൽ, അത് എല്ലാ വകുപ്പുകളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒരു ടീം UDF ആയിട്ടാണ് ഇലക്ഷനെ നേരിട്ടെങ്കിൽ ഈ സർക്കാർ ഒരു ഒറ്റക്കെട്ടായുള്ള പ്രവർത്തനമാണ്. എല്ലാ വകുപ്പുകളെയും ക്രോഡീകരിച്ചുകൊണ്ട് കോർത്തിണക്കിക്കൊണ്ട് അവരുടെ എല്ലാം നിർദ്ദേശങ്ങൾ സമാഹരിച്ചുകൊണ്ട് ഒരു യോജിച്ച പ്രവർത്തനത്തിലൂടെ ഇതിനെ മറികടക്കാനാകും, ഈ സാമ്പത്തിക പ്രതിസന്ധി അടക്കം മറികടക്കാനാകും എന്നുള്ള ഉറച്ച ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. മെയ് മാസം 18-ാം തീയതി തിങ്കളാഴ്ച ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി 13ാമത് മുഖ്യമന്ത്രിയായി ശ്രീ VD സതീശൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നതോടുകൂടി കേരളത്തിൽ ഒരു പുതുയുഗ ചരിത്രം രചിക്കാൻ പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഞങ്ങൾ ഒറ്റക്കെട്ടായി ഈ സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുപോകും. അത് കേരളത്തിലെ ജനങ്ങളുടെ, ഞങ്ങൾ മുൻപ് പറഞ്ഞു, ഞങ്ങൾ മുന്നോട്ട് വെച്ച ഗ്യാരണ്ടികൾ അടക്കം പൂർത്തിയാക്കിക്കൊണ്ട്, ഞങ്ങൾ മുന്നോട്ട് വെച്ച വാഗ്ദാനങ്ങൾ അടക്കം പൂർത്തിയാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നൊരു സർക്കാരായിരിക്കും അടുത്ത 5 വർഷം കേരളം കാണാൻ പോകുന്നത്, കേരളം കണ്ടറിയാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കത്തിൻ്റെയും സംശയത്തിൻ്റെ ആവശ്യമില്ല. അഡ്വക്കേറ്റ് തൗഫീഖ്, തിങ്കളാഴ്ച തന്നെ ഈ 21 അംഗ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമോ? കാരണം 2 ദിവസമേ ശേഷിക്കുന്നുള്ളൂ. ഞാൻ ആമുഖത്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ ഇനി മന്ത്രിമാരുടെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കാൻ ഡൽഹിയിലേക്ക് പോകേണ്ടി വരുമോ? മാത്രമല്ല UDFിലെ ഘടകകക്ഷികൾ, മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കും. ഇന്ന് UDF നേതൃയോഗം നടന്നിരുന്നു തിരുവനന്തപുരത്ത്. അപ്പോൾ ലീഗിന് ഉപമുഖ്യമന്ത്രി പദവി വേണമെന്ന് അവർ ആവശ്യപ്പെട്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. പക്ഷേ എന്തായാലും 5 മന്ത്രിമാർ അവർക്ക് കൊടുക്കേണ്ടി വരും, അല്ലേ? ആ 5 ബർത്ത് മാറ്റിവെക്കേണ്ടി വരും. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം 2 മന്ത്രിമാരെ ചോദിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇടഞ്ഞു നിൽക്കുന്ന രമേശ് ചെന്നിത്തലയെ നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ രാവിലെ വീട്ടിൽ പോയി കണ്ടു. എല്ലാം ശരിയാണ്. പക്ഷേ അദ്ദേഹം മന്ത്രിസഭയിൽ വരുന്നതിൽ തീരുമാനമെടുത്തില്ല. പക്ഷെ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന് നല്ലൊരു പോർട്ട്ഫോളിയോ കൊടുക്കുകയാണെങ്കിൽ, നല്ലൊരു വകുപ്പ് കൊടുക്കുകയാണെങ്കിൽ മാത്രമേ അദ്ദേഹം വരൂ. അദ്ദേഹം ആഭ്യന്തരം ആവശ്യപ്പെട്ടു എന്നറിയുന്നു. ഇല്ലെങ്കിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം എങ്കിലും കൊടുക്കണം എന്നൊരു ഡിമാൻഡ് മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നറിയുന്നു. ഇതൊക്കെ അഭ്യൂഹങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായും രമേശ് ചെന്നിത്തലയെ പോലുള്ള ഒരു മുതിർന്ന നേതാവിനെ മുഖ്യമന്ത്രി സ്ഥാനം ലഭിക്കാത്തതിലുള്ള അമർഷം അദ്ദേഹത്തിനുണ്ട്, പ്രതിഷേധം അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ എങ്ങനെ അക്കമഡേറ്റ് ചെയ്യും? ഇതുൾപ്പെടെയുള്ള പല പ്രതിസന്ധികളും ഇപ്പോൾ അഭിമുഖീകരിക്കുന്നില്ലേ VD സതീശനും അതുപോലെ ഘടകകക്ഷിയുടെ നേതാക്കന്മാർ? അവരൊരു പക്ഷേ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്തേക്കും. പക്ഷേ ഈ കോൺഗ്രസ് മന്ത്രിമാരെ അങ്ങനെ പെട്ടെന്ന് തീരുമാനിക്കാനാവുമോ? അല്ല, ഞങ്ങൾ ഈ ഉമ്മൻചാണ്ടി സ്റ്റൈലാണ് അതിവേഗം ബഹുദൂരം മുന്നോട്ട് പോകുക എന്നുള്ള സമീപനങ്ങളും നിലപാടുകളുമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്ന ആളുകളാണ്. അങ്ങ് ഇതിനൊക്കെ ഒരു ധ്വനിയായി കാണുന്നത് ഈ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ അല്ലെങ്കിൽ തർക്കമുണ്ടായി, ഇല്ലെങ്കിൽ ആ തർക്കത്തിനെ തുടർന്ന് അത് വല്ലാത്ത രീതിയിൽ വ്യാപിച്ചു പോയി എന്നൊന്നും വ്യാഖ്യാനിക്കരുത്. സ്വാഭാവികമായിട്ട് കോൺഗ്രസിൻ്റെ നടപടിക്രമങ്ങളുടെ ഭാഗമായി 11 ദിവസത്തിനകം ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടക്കുന്ന, അല്ലെങ്കിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതുപോലെ ഇല്ലെങ്കിൽ ഏതാണ്ട് തർക്കം കോൺഗ്രസ് ക്യാമ്പിൽ മന്ത്രിമാരുടെ വകുപ്പ് വിഭജനവുമായി ബന്ധപ്പെട്ടാകട്ടെ, മന്ത്രിമാരുടെ ആരൊക്കെ മന്ത്രിമാരാകണം എന്നതിനെ സംബന്ധിച്ചുള്ള തീരുമാനത്തിലാകട്ടെ ഉണ്ടാകില്ല. വളരെ കൃത്യമായിട്ട്, വളരെ ഏകോപനത്തോടു കൂടി, ഒരു അവശബ്ദത്തിനും ഇടവരാത്ത തരത്തിൽ ഈ മന്ത്രിമാരുടെ നിർണ്ണയം അടക്കം പൂർത്തിയാക്കും. അങ്ങ് ചോദിച്ച 3 ചോദ്യങ്ങൾക്കും വളരെ കൃത്യമായി ഉത്തരം പറയാം. ആദ്യം അങ്ങ് ചോദിച്ചത് മുഴുവൻ മന്ത്രിമാരും അടുത്ത ദിവസം, അതായത്
18-ാം തീയതി ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഘട്ടത്തിൽ ഇത്തരത്തിൽ മറ്റു മന്ത്രിമാർ പൂർണ്ണ ക്യാബിനറ്റ് ആയിരിക്കുമോ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് എന്നുള്ളതാണ് അങ്ങയുടെ ആദ്യത്തെ ചോദ്യമെങ്കിൽ അതിനുള്ള പ്രവർത്തനങ്ങളുമായി UDF ക്യാമ്പ് UDF നേതൃത്വം മുന്നോട്ട് പോകുന്ന സാഹചര്യമുണ്ട്. ഇന്ന് ബഹുമാനപ്പെട്ട UDFിൻ്റെ കൺവീനർ അടക്കം അക്കാര്യത്തിൽ ഒരു ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുന്ന സാഹചര്യമുണ്ട്. വളരെ വേഗത്തിൽ തന്നെ ഘടകകക്ഷി മന്ത്രിമാരുടെ കാര്യത്തിൽ അവരുടെ വകുപ്പുകളുടെ കാര്യത്തിൽ എണ്ണത്തിൻ്റെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനം എടുത്ത ശേഷം ഉടൻ തന്നെ കോൺഗ്രസ് മന്ത്രിമാരാരൊക്കെ എന്നുള്ള കാര്യത്തിലടക്കം ഒരു തീരുമാനം ഉണ്ടാകും. പരമാവധി വേഗത്തിൽ അതിവേഗം കേരളത്തിൻ്റെ ക്യാബിനറ്റ് പൂർണ്ണമാക്കാനുള്ള പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. ഒരു തർക്കത്തിൻ്റെ സംശയത്തിൻ്റെ ആവശ്യമില്ല. രണ്ടാമത് ഘടകകക്ഷി മന്ത്രിമാർ അല്ലെങ്കിൽ ഘടകകക്ഷികൾക്ക് നൽകുന്ന സീറ്റിൻ്റെ കാര്യത്തെ സംബന്ധിച്ചാണ്. സ്വാഭാവികമായിട്ടും കഴിഞ്ഞ തവണ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് 5 സീറ്റുകളായിരുന്നു ഉണ്ടായിരുന്നത്. UDF നേതൃത്വം അത് അനുഭാവപൂർണ്ണമായി പരിഗണിച്ചുകൊണ്ട് സമാനമായ തരത്തിൽ അവർക്ക് കൃത്യമായിട്ടുള്ള അക്കോമഡേഷൻ, കാരണം മുസ്ലിം ലീഗ് വളരെ മികച്ച പ്രകടനം മലബാർ മേഖലകളിൽ അടക്കം കാഴ്ചവെച്ചുകൊണ്ട് വളരെ കൃത്യമായി മുന്നോട്ട് പോകുന്ന കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. സ്വാഭാവികമായിട്ടും മുസ്ലിം ലീഗിന് അർഹമായ പരിഗണന ക്യാബിനറ്റിൽ ഉണ്ടാകും. ഒപ്പം തന്നെ കേരള കോൺഗ്രസ് ജോസഫിനും ഉണ്ടാകും. ഒപ്പം തന്നെ കേരള കോൺഗ്രസ് ജോസഫിനും ഉണ്ടാകും. ഒപ്പം തന്നെ ശ്രീ അനൂപ് ജേക്കബ് നയിക്കുന്ന പാർട്ടിയുണ്ട്. CP ജോണിൻ്റെ കാര്യമടക്കം എല്ലാ ആളുകളെയും പരിഗണിച്ചുകൊണ്ട് കോൺഗ്രസിലെ ചെറുതും വലുതുമായ എല്ലാ ഘടകകക്ഷികളെയും പരിഗണിച്ചുകൊണ്ട് അവർക്ക് അർഹമായിട്ടുള്ള പ്രാതിനിധ്യം നൽകിക്കൊണ്ട് ഒരു ക്യാബിനറ്റ് ആയിരിക്കും ഉണ്ടാവുക. മൂന്നാമതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അതായത് ശ്രീ രമേശ് ചെന്നിത്തലയുമായി ബന്ധപ്പെട്ടാണ് അങ്ങ് ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അങ്ങയോട് വളരെ സ്നേഹപൂർവ്വം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. പാർട്ടിക്ക് വിരുദ്ധമായി പാർട്ടിയെ പ്രതിക്കൂട്ടിലാക്കുന്ന, പാർട്ടിക്ക് നെഗറ്റീവ് ഉണ്ടാക്കുന്ന ഒരു തീരുമാനവും നാളെ ഇതുവരെ സ്വീകരിച്ചിട്ടുള്ള ഒരു നേതാവിൻ്റെ പേരല്ല രമേശ് ചെന്നിത്തല എന്നുള്ളത്. ഒരു കാലഘട്ടത്തിലും അദ്ദേഹം തനിക്ക് വ്യക്തിപരമായി ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യത്തിൽ പോലും അദ്ദേഹം അത്തരത്തിലുള്ള തീരുമാനമോ നിലപാടുകളുമായി മുന്നോട്ട് പോയൊരു സാഹചര്യമല്ല. സ്വാഭാവികമായിട്ടും കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ്. എല്ലാ കാലഘട്ടത്തിലും അദ്ദേഹത്തെ പോലുള്ള ആൾക്ക് കൃത്യമായ പരിഗണന നൽകി മുന്നോട്ട് പോയ രാഷ്ട്രീയ പാർട്ടിയാണ്. KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റായി തുടങ്ങി, യൂത്ത് കോൺഗ്രസിൻ്റെ KSUവിൻ്റെ NSUIയുടെ ദേശീയ പ്രസിഡന്റായി, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റായി, ഏറ്റവും മികച്ച ഒരു യാത്ര കേരളത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരിക്കെ നയിച്ച വ്യക്തിയാണ്. പിന്നീട് അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി, പിന്നീട് AICCയുടെ സെക്രട്ടറിയായി. പാർട്ടി ഒരു ഘട്ടത്തിൽ പ്രതിസന്ധി അനുഭവിച്ച ഘട്ടത്തിൽ പാർട്ടിയുടെ തലപ്പത്തെത്തി വളരെ ഭംഗിയായി ഒരുപക്ഷെ കേരളം കണ്ട ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തല കോംബോയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ നേതൃത്വം നൽകി. KPCCയുടെ അധ്യക്ഷനായി, പിന്നീട് പ്രതിപക്ഷ നേതൃപദവിയിലെത്തി, കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി അംഗമായി. ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ശ്രീ രമേശ് ചെന്നിത്തല ഒരു കാലഘട്ടത്തിലും പാർട്ടിക്ക് വിരുദ്ധമായി, പാർട്ടിക്കെതിരായി, ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനത്തിന് വിരുദ്ധമായി ഒരു അവശബ്ദം പോലും ഉയർത്തിയ നേതാവിൻ്റെ പേരല്ല. അതുകൊണ്ട് തന്നെ ഇന്ന് അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ബഹുമാനപ്പെട്ട ശ്രീ അനിൽ നമ്പ്യാർ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. VD സതീശൻ എന്നുള്ളത് തൻ്റെ സഹപ്രവർത്തകനാണ്. VD സതീശൻ മുഖ്യമന്ത്രി ആയതിൽ സന്തോഷിക്കുന്നു, ഹൈക്കമാൻഡിൻ്റെ തീരുമാനത്തെ സർവാത്മന സ്വാഗതം ചെയ്യുന്നു എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട ശ്രീ രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തു നിന്നുണ്ടായ സ്റ്റേറ്റ്മെൻറ്റ്. ഇത് പറയുമ്പോൾ അങ്ങയോട് ഇന്നലത്തെ ഒരു സംഭവം പറയണം. അതായത് ഇന്നലെയാണ് ഇത്തരത്തിൽ ബഹുമാനപ്പെട്ട കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇത്തരത്തിൽ പ്രഖ്യാപനം നടത്തുന്ന സാഹചര്യം ഉണ്ടായത്. അദ്ദേഹം അങ്ങേക്കറിയാം, ഒരു ഗുരുവായൂർ ഭക്തനാണ്. എല്ലാ മലയാള മാസവും 1-ാം തീയതി ഗുരുവായൂരിലെത്തി തൊഴുന്ന ഒരാളാണ്. പക്ഷേ ആ യാത്രയെ, പതിവ് ദർശനത്തെ അദ്ദേഹം വല്ലാത്ത രീതിയിൽ അതൃപ്തിയാണ്. അദ്ദേഹം കോൺഗ്രസിനെ മുൾമുനയിൽ നിർത്തുന്നു എന്ന തരത്തിലൊക്കെ വളച്ചൊടിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കാനൊക്കെ കേരളത്തിലെ ചില മാധ്യമങ്ങൾ ബോധപൂർവമായി ശ്രമിച്ചോ എന്നുള്ളത് വലിയ ചോദ്യചിഹ്നമായി മാറുന്ന സാഹചര്യമുണ്ട്. ഇന്ന് ഒരു മാധ്യമത്തിൻ്റെ ഒരു കാർഡ് ശ്രീ അനിൽ നമ്പ്യാർ ശ്രദ്ധിച്ചത്, ദീപദാസ് മുൻഷിയുമായി രമേശ് ചെന്നിത്തല കൂടിക്കാഴ്ച നടത്തുന്നില്ല, അതിന് വിസമ്മതിച്ചു എന്ന തരത്തിലൊക്കെ ചില കാർഡുകളൊക്കെ ഇന്ന് കാണാൻ വരുത്തുന്ന സാഹചര്യം ഉണ്ടായി. ഇന്ന് ബഹുമാനപ്പെട്ട ശ്രീ രമേശ് ചെന്നിത്തല കേരളത്തിൻ്റെ നിയുക്ത മുഖ്യമന്ത്രിയെ കണ്ടു, കേരളത്തിൻ്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷിയെ കണ്ടു. ഒരു ഘട്ടത്തിലും അദ്ദേഹം ഈ പറയുന്ന കോൺഗ്രസ് ഹൈക്കമാൻഡ് ആകട്ടെ ഒരു കോൺഗ്രസ് പ്രവർത്തകനും വേദന ഉണ്ടാക്കുന്ന ഒരു നിലപാട് അദ്ദേഹം സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ മറ്റു വാക്കുകൾക്കോ മറ്റ് അഭ്യൂഹങ്ങൾക്കോ മറ്റ് നിഗമനങ്ങൾക്കോ പ്രസക്തിയില്ല. രമേശ് ചെന്നിത്തലയ്ക്ക് അർഹമായ പദവി നൽകണം എന്നുള്ളത് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തന്നെ നിലപാടാണ്. മുതിർന്ന നേതാവാണ്, പ്രവർത്തക സമിതി അംഗമാണ്. അദ്ദേഹത്തെ കൂടി പരിഗണിച്ച് അദ്ദേഹത്തെ കൂടെ കേട്ടുകൊണ്ടുള്ള ഒരു മന്ത്രിസഭയായിരിക്കും ഉണ്ടാവുക എന്നുള്ള കാര്യം. VD സതീശൻ മുഖ്യമന്ത്രി ആയതിൽ അദ്ദേഹം സന്തോഷം പ്രകടിപ്പിച്ചു, ഒക്കെ ശരി തന്നെ. പക്ഷേ ഉള്ളു വിങ്ങി പൊട്ടുകയാണ് തൗഫീഖ്. കാരണം സീനിയോറിറ്റി നോക്കുമ്പോൾ അല്ലേ, കേരളത്തിലെ ഏറ്റവും തലമുതിർന്ന നേതാവാണ് രമേശ് ചെന്നിത്തല. താങ്കൾ അദ്ദേഹത്തിൻ്റെ ഒരു ചരിത്രം, രാഷ്ട്രീയ പശ്ചാത്തലം അതിവിടെ ഹ്രസ്വമായി വിശദീകരിച്ചു. അപ്പോൾ അങ്ങനെയുള്ളൊരു നേതാവിനെ തഴയുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ജൂനിയറാണ് VD സതീശൻ. ആ ജൂനിയറായിട്ടുള്ള VD സതീശൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ എങ്ങനെ ആ ക്യാബിനറ്റിൽ ഇദ്ദേഹം ഇരിക്കുമെന്നുള്ളതാണ്. അല്ല, ഈ ഇദ്ദേഹത്തെക്കാളും സീനിയറായിട്ടുള്ള ആളുകളുണ്ട്. പക്ഷേ എന്നാലും രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം
ക്യാബിനറ്റിൽ ഇരിക്കുക എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. മാത്രമല്ല അദ്ദേഹത്തെ വേണ്ട രീതിയിൽ പരിഗണിച്ചില്ല എന്നുള്ളൊരു ആക്ഷേപം അദ്ദേഹത്തിനുണ്ട്. അത് കഴിഞ്ഞ ദിവസം രാഹുലിനോട് അദ്ദേഹം പറയുകയും ചെയ്തു ടെലിഫോണിൽ വിളിച്ച സമയത്ത്. അപ്പോൾ അദ്ദേഹത്തെ എങ്ങനെ അക്കമഡേറ്റ് ചെയ്യും? അദ്ദേഹത്തിന് ആഭ്യന്തരമന്ത്രി സ്ഥാനം കൊടുക്കുമോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ധനകാര്യം കൊടുക്കുമോ? ഏറ്റവും മികച്ച വകുപ്പുകൾ കൊടുക്കണ്ടേ? രമേശ് ചെന്നിത്തല ദുർബലമായിട്ടുള്ള വകുപ്പുകൾ കൊടുത്ത് ഒതുക്കി നിർത്താൻ പറ്റില്ലല്ലോ. ശ്രീ നമ്പ്യാർ, ഒരിക്കലും അദ്ദേഹത്തെ ഒതുക്കി നിർത്തുന്ന സമീപനം ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടാവരുത്. അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാവില്ല. കാരണം രമേശ് ചെന്നിത്തല കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവാണ്. ഞാൻ പറഞ്ഞല്ലോ, കോൺഗ്രസിൻ്റെ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ് ശ്രീ കെ സി വേണുഗോപാലും ശ്രീ രമേശ് ചെന്നിത്തലയും ശ്രീ വി ഡി സതീശനും ശ്രീ സണ്ണി ജോസഫും ശ്രീ അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള UDF നേതാക്കന്മാർ. സ്വാഭാവികമായിട്ടും അവരെ ആരെയും ഒരാൾക്കും പരിഗണന കൂടുതലോ ഒരാൾക്ക് പരിഗണന കുറവോ അത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾക്കൊന്നും ഒരു പ്രസക്തി ഉണ്ടാവില്ല. ഞാൻ മുൻപ് ബഹുമാനപ്പെട്ട ശ്രീ ജോസഫ് വാഴക്കൻ ഇന്ന് കേരളത്തിലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഒരു പ്രതികരണം നടത്തി. അദ്ദേഹം പറഞ്ഞത് പാർട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത നിലപാടെടുക്കുന്ന നേതാവാണ് ശ്രീ രമേശ് ചെന്നിത്തല. വകുപ്പുകളുടെ കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാകുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ അദ്ദേഹം ഇന്ന് വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഞാൻ പറഞ്ഞത് അത്തരത്തിൽ ഒരു നിലപാട് സ്വീകരിക്കുന്ന ആളാണ്. സ്വാഭാവികമായിട്ട് രമേശ് ചെന്നിത്തലയുടെ കാര്യത്തിൽ ഏത് വകുപ്പാണ് അദ്ദേഹത്തിന് നൽകുന്നത്, ഇല്ലെങ്കിൽ അദ്ദേഹം ക്യാബിനറ്റിൽ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ തൗഫീഖ് രാജനല്ല അഭിപ്രായം പറയേണ്ടത്. കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡിൻ്റെ നിലപാടാണ്. കോൺഗ്രസ് ഹൈക്കമാൻഡാണ് അക്കാര്യത്തിൽ എടുക്കേണ്ടത് പാർട്ടിയാണ്. അപ്പം സ്വാഭാവികമായിട്ടും ഇന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്, ബഹുമാനപ്പെട്ട മുൻ പ്രതിപക്ഷ നേതാവ് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പറഞ്ഞത് കോട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. പാർട്ടി തീരുമാനം രമേശ് ചെന്നിത്തലയെ കൂടി കേട്ടുകൊണ്ട്, ബഹുമാനപ്പെട്ട ശ്രീ രമേശ് ചെന്നിത്തലയെ കൂടി കേട്ടുകൊണ്ട് എടുക്കും. എന്ത് തീരുമാനമാണെങ്കിലും അദ്ദേഹം അതിനെ സ്വാഗതം ചെയ്യും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം അദ്ദേഹം എല്ലാ കാലഘട്ടത്തിലും ഒരു കോൺഗ്രസ്സുകാരനാണ്, പാർട്ടിക്കാരനാണ്. പാർട്ടി പ്രവർത്തകർക്ക് വേദന ഉണ്ടാക്കുന്ന ഒരു തീരുമാനവും എടുക്കുന്ന ആളുകളല്ല. അത് രമേശ് ചെന്നിത്തല ആകട്ടെ, കെ സി വേണുഗോപാൽ ആകട്ടെ, ബഹുമാനപ്പെട്ട ശ്രീ വി ഡി സതീശനാകട്ടെ, ബഹുമാനപ്പെട്ട സണ്ണി ജോസഫ് ആകട്ടെ, അടൂർ പ്രകാശ് ആകട്ടെ, കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ ഒരു കാലഘട്ടത്തിലും ഇത്തരത്തിലുള്ള നിലപാടുമായി മുന്നോട്ട് പോയ ആളുകളല്ല. അതുകൊണ്ട് മറ്റ് അഭ്യൂഹങ്ങൾക്ക്, മറ്റ് നിഗമനങ്ങൾക്ക് ഒരു പ്രസക്തിയില്ല. ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല പാർട്ടി ഏത് തീരുമാനം എടുത്താലും അത് അംഗീകരിക്കും എന്നുള്ള നിലപാട് ബഹുമാനപ്പെട്ട രമേശ് തന്നെ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം നമുക്ക് മുന്നിലൂടെ കടന്നു പോവുകയാണ്.